Yoga Atheshan, Most Reverend Respected Archbishop Thomas Nitto, Right Reverend Dr. Selvarajan Dasan, Reverend Fathers, Reverend Sisters, Ladies and Gentlemen, ഈ സുദിനം കർത്താവ് തന്നെ നമുക്ക് കൽപ്പിച്ച് നൽകിയതാണ്. സാർവത്രിക സഭയിൽ ആരാധനാക്രമമനുസരിച്ച് വിശുദ്ധ ലൂക്ക സുവിശേഷകൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സുദിനം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് യേശു ശിഷ്യന്മാരെ ഈ രണ്ടുപേരായി അവിടുന്ന് പോകാനിരുന്ന നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും സുവിശേഷം അറിയിക്കുവാനും അവിടുത്തെ ആഗമനത്തിൽ അവിടുത്തെ സ്വീകരിക്കുവാൻ അവിടുത്തെ ഒരുക്കുവാനും വേണ്ടി. പിന്നെ അദ്ദേഹം സുവിശേഷകൻ എഴുതിയിരിക്കുന്നു, കൊയ്ത്ത് ധാരാളം, വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന്. നമ്മുടെ രൂപത കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാണ്. നമ്മുടെ രൂപത ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്. ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ അടയാളമായി എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് ആനയിക്കുന്ന രക്ഷയുടെ സാർവത്രിക കൂദാശയായി ക്രിസ്തു സഭയെ സ്ഥാപിച്ചു എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ 48-ാം ആർട്ടിക്കിളിൽ കൃത്യമായി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും രക്ഷയുടെ അടയാളമായിരിക്കണം തിരുസഭ. എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് ആനയിക്കുന്ന ഉപകരണമായിരിക്കണം സഭ. അത് സാധ്യതമാകുവാൻ വേണ്ടി കർത്താവിൻ്റെ ഹൃദയത്തിന് ചേർന്ന ഇടയന്മാരെ കർത്താവ് തന്നെ ലോകത്തിന് സഭയ്ക്ക് നൽകുമെന്ന് ജെറമിയ 3:15 രേഖപ്പെടുത്തിയിരിക്കുന്നത് നിറവേറിക്കൊണ്ടിരിക്കുന്നു ചരിത്രത്തിൽ ഇന്നുവരെ. സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. ഈ സഭയെ നയിക്കുന്നത് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ പ്രതിനിധികളായി ഓരോ പ്രാദേശിക സഭയിലും ഓരോ മെത്രാന്മാരെ നിയമിക്കുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യം സംസ്ഥാപിക്കുവാനുള്ള പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ. നെയ്യാറ്റിൻകര രൂപത സ്ഥാപിതമായപ്പോൾ എന്നെ ഈ പ്രാദേശിക സഭയുടെ അധ്യക്ഷനായി മെത്രാനായി നിയമിച്ചുകൊണ്ട് പറഞ്ഞു, തെക്കേ ഇന്ത്യയിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാനാണ് നെയ്യാറ്റിൻകര രൂപത സ്ഥാപിതമായിരിക്കുന്നത് എന്ന്. ഇത്രയും വർഷക്കാലം നമ്മുടെ രൂപതയിൽ സുവിശേഷ പ്രവർത്തനത്തിന് ഞാൻ നേതൃത്വം കൊടുത്തു. നിങ്ങളെല്ലാവരും വൈദികരും സന്യസ്തരും അൽമായരും എന്നോട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണമായി സഹകരിച്ചു പ്രവർത്തിച്ചു. ഇനിയും ഈ പ്രക്രിയ എൻ്റെ പിൻഗാമിയായി നിയമിക്കപ്പെട്ടിരിക്കുന്ന സെൽവരാജൻ ദാസൻ പിതാവിലൂടെ തുടരേണ്ടതാണ്. അതിന് കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തട്ടെ എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും. കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയുടെ ഇന്ത്യയിലെ പ്രതിനിധി അപ്പസ്തോലിക് നൻഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറെല്ലിയുടെ കത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചു. ഞാൻ എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് എന്നെ അറിയിച്ചുകൊണ്ടും അഭിമന്യ
സെൽവരാജൻ ദാസൻ പിതാവിനെ രൂപത അധ്യക്ഷനായി നിയമിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചുകൊണ്ടുള്ള കത്ത്. ആ കത്ത് ഇപ്പോൾ നെയ്യാറ്റിൻകര രൂപത ചാൻസലർ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. 2 സെൻറ്റൻസുള്ള കത്ത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകട്ടെ, നമുക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ അറിയിപ്പ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട ചാൻസലറിനെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി. താങ്ക് യു. Your Lordship, the Holy Father Pope Leo XIV has accepted your resignation from the pastoral governance of the Diocese of നെയ്യാറ്റിൻകര. The relevant announcement will be made public in Rome on Saturday, 18th October 2025 at noon, corresponding at 3:30 hours Indian Standard Time. At the same time, according to Canon 409 of Code of Canon Law, Right Reverend Dr. Selvarajan Dasan will become the new Bishop of നെയ്യാറ്റിൻകര.